ബൈബിൾ തർജ്ജിമ ചെയ്ത ശേഷമുള്ള ക്രിസ്മസ് രാവ് ബെത്ലഹേമിലെ ഒരു ഗുഹയിൽ പ്രാർത്ഥനയിൽ ചെലവഴിക്കാൻ വിശുദ്ധ ജെറോം തീരുമാനിച്ചു. അങ്ങനെയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ണീശോയുടെ ഒരു ദർശനമുണ്ടായി. ഉണ്ണീശോ അദ്ദേഹത്തോട് ചോദിച്ചു, ജെറോമേ, എന്റെ ജന്മദിനത്തിന് നീ എന്താണ് എനിക്ക് സമ്മാനമായി തരുന്നത്? ഇത് കേട്ട് അത്ഭുതം പൂണ്ട വിശുദ്ധൻ മറുപടി പറഞ്ഞു, കർത്താവെ, എന്റെ ആരോഗ്യവും എല്ലാ മഹത്വവും ബഹുമാനവും ഞാൻ അങ്ങേക്ക് തരുന്നു. ഞാൻ പൂർത്തിയാക്കിയ അങ്ങയുടെ തിരുവചനങ്ങളുടെ തർജ്ജിമയും ഞാൻ സമർപ്പിക്കുന്നു. ഉണ്ണീശോയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, നീ എനിക്ക് മറ്റൊന്നും തരുന്നില്ലേ? അമ്പരന്ന് പോയ വൃദ്ധനായ വിശുദ്ധ ജെറോം പറഞ്ഞു, ഓ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാവേ, അങ്ങേ പ്രതി ഞാൻ എന്റെ സമ്പത്ത് ദരിദ്രർക്ക് നൽകിയിട്ടുണ്ട്. നിനക്ക് വേണ്ടി തിരുവെഴുത്തുകൾ പഠിക്കാൻ ഞാൻ സമയം നീക്കിവെച്ചു. എനിക്ക് മറ്റെന്താണ് നൽകാൻ കഴിയുക? അങ്ങേക്ക് വേണമെങ്കിൽ എന്റെ ശരീരം തീയിൽ ദഹിപ്പിക്കാൻ പോലും ഞാൻ അങ്ങേക്ക് വിട്ടുതരും. പക്ഷേ യേശു നിശബ്ദനായിരുന്നു. യേശുവിന്റെ ജന്മദിനത്തെ ആദരിക്കാനുള്ള മറ്റു വഴികൾ ജെറോം നിർദ്ദേശിക്കാൻ തുടങ്ങി. ഉപവാസം, തപസ്, അങ്ങനെ പലതും. എല്ലാറ്റിനും യേശു മറുപടി പറഞ്ഞു, ഇല്ല ജെറോം, എനിക്ക് ഏറ്റവും വേണ്ടത് അതല്ല. ഒടുവിൽ ജെറോം പറഞ്ഞു, എങ്കിൽ കർത്താവെ, അങ്ങ് തന്നെ പറയൂ. ജന്മദിനത്തിൽ അങ്ങേക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് എന്താണെന്ന് എന്നോട് പറയൂ, ഞാനത് തരും. യേശു മറുപടി പറഞ്ഞു, നിന്റെ പാപങ്ങൾ എനിക്ക് തരൂ. ഇത് കേട്ടപ്പോൾ വിശുദ്ധ ജെറോം വികാരഭരിതനായി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നോട് ഇത് ആവശ്യപ്പെടണമെങ്കിൽ എന്തുമാത്രം അങ്ങ് എന്നെ സ്നേഹിക്കുന്നുണ്ടാകും. അതെ, ഈശോ ഏറ്റവും ആഗ്രഹിക്കുന്നത് നാം വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ തെറ്റുകളും കുറവുകളും കാഴ്ചകളായി സമർപ്പിച്ച് അവിടുത്തെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ സമീപിക്കണമെന്നും എളിമയും പശ്ചാത്താപവുമുള്ള ഒരു ഹൃദയം അവിടുത്തേക്കായി സമർപ്പിക്കണമെന്നുമാണ്. ഉണ്ണീശോയുടെ ഈ ആഗ്രഹം നമുക്ക് സഫലമാക്കാം. പാപപങ്കിലമായ നമ്മുടെ ആത്മാക്കളെ അവിടുത്തേക്ക് പൂർണ്ണമായി വിട്ടു നൽകി ക്രിസ്മസിന്റെ യഥാർത്ഥ ഫലങ്ങൾ സ്വന്തമാക്കാം.